ഒന്നാമതായി ഇന്നത്തെ ഈ യോഗത്തിന് ആധാരമായിരിക്കുന്ന ഡോക്ടർ ജി ഗംഗാധരൻ നായർ സാർ കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിനെ സ്മരിക്കുക. 2, നാടകപ്രതിഭയായ KV ഗണേഷിനെ ആദരിക്കുക. 3, ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടു പോകുന്ന ശ്രീമതി കാഞ്ചനയുടെ ഏറ്റവും അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ പുസ്തക പ്രകാശനം. 3നെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. എങ്കിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ചടങ്ങുകൾ, ഈ 3 കാര്യങ്ങളുടെയും പ്രാധാന്യത്തെപ്പറ്റി പരാമർശിക്കുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്, പ്രിയപ്പെട്ട ഗംഗാധരൻ നായർ സാറ് നമ്മെ വിട്ടുപോയിട്ട് 5 വർഷം ആയിരിക്കുന്നു. ഇന്നലത്തെ പോലെ തന്നെ ഞാൻ ആ ദിവസം ഓർക്കുന്നുണ്ട്. നല്ല മഴയായിരുന്നു. അദ്ദേഹം ഏറ്റവും അവസാനം എഴുതിയ നാടകമാണ് ധർമ്മസങ്കടം. മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭം ഇതിൻ്റെ മുഖ്യ ഉള്ളടക്കമായി എടുത്ത് മനോഹരമായി എഴുതിയിട്ടുള്ള ഒരു നാടകമാണ് ധർമ്മസങ്കടം. അതിനെപ്പറ്റി അദ്ദേഹം ഞാനുമായിട്ട് ദീർഘനേരം സംസാരിക്കുകയും ചെയ്തിരുന്നു. അത് അഭിനയിച്ച് കാണാനുള്ള ഒരു അവസരം ഗംഗാധരൻ നായർ സാറിന് കിട്ടിയില്ല. അതിന് മുമ്പ് അദ്ദേഹം മുന്നേ കിട്ടി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവനും ഗംഗാധരൻ നായർ സാർ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു ധർമ്മസങ്കടമുണ്ട്. ഹാംലെറ്റിനെ പോലെ, വിശ്വമഹാകവി ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റിലെ കഥാപാത്രത്തെ പോലെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് തീരുമാനിക്കാൻ കഴിയാതിരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ധർമ്മസങ്കടം. അതിൽ ധാരാളം കാര്യങ്ങൾ, നാടകത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ച് നാടകത്തിലെ ഗവേഷണം ചെയ്ത് അധ്യാപകൻ എന്നുള്ള തൻ്റെ ജോലിയോട് പൂർണ്ണമായ നീതി പുലർത്തുമ്പോൾ തന്നെ ബാക്കി സമയം മുഴുവൻ തിയേറ്ററുകളിൽ, അല്ലെങ്കിൽ തിയേറ്ററിൽ എന്ന് പറയുന്നതിനേക്കാൾ ശരി കർട്ടന് പിന്നിൽ നിന്ന് അതിനു വേണ്ടി അധ്വാനിച്ച ഒരു വലിയ മനസ്സിൻ്റെ ഉടമ